ഹലോ, വെൽക്കം ബാക്ക്. റീൽസും ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് കാണുന്നു. അത് എന്ത് പ്രൊഡക്റ്റും ആകാം, ലിപ്സ്റ്റിക്, ഷൂസ്, അങ്ങനെ എന്തും ആവാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങളത് പെട്ടെന്ന് വാങ്ങുന്നു. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് തോന്നും, ഇതിപ്പോൾ എന്തിനാ വാങ്ങിയേ, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇങ്ങനെ തോന്നുന്ന ഒരാളാണോ നിങ്ങൾ? ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ബൈ നൗ എന്ന ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ ഇമ്പൾസീവ് ഷോപ്പിംഗ് എന്നാണ് പറയുന്നത്. പ്ലാനുകളില്ലാതെ ഇമോഷൻസ് കൊണ്ടാണ് ഇവിടെ ഷോപ്പിംഗ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ ഒരുപാട് റീൽസും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സും ഒക്കെ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നവരാണല്ലേ. അങ്ങനെ ഒരു റീൽസ് കാണുമ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കണ്ണിൽ പെട്ടെന്ന് പെടുകയും അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ അത് ഉടനെ പോയി അങ്ങ് പർച്ചേസ് ചെയ്യുന്നു, ഉടനെ പോയി വാങ്ങിക്കുന്നു. അതിനെയാണ് ഈ ഇമ്പൾസീവ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുതെന്ന് പറയാറില്ലേ. അങ്ങനെ പോകുമ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോയാൽ ഒരു ട്രോളി മുഴുവൻ സാധനങ്ങളുമായിട്ട് വരേണ്ടി വരും. ഇന്ന് കാര്യങ്ങൾ ഓൺലൈൻ പർച്ചേസിലേക്ക് എത്തിയപ്പം ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്, അതിൻ്റെ അവൈലബിലിറ്റി, ഡിസ്കൗണ്ട്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കയ്യിൽ കിട്ടുന്ന ഒരു പാകത്തിനായി. അപ്പോൾ ഇതെല്ലാം ഇതിനൊരു ഇമ്പൾസീവ് ഷോപ്പിങ്ങിന് കാരണമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാരണം ഇമോഷണൽ ട്രിഗേഴ്സാണ്. എന്ത് ഇമോഷനിലാണ് നമ്മൾ ഈ ഓർഡർ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വരുന്നത് എന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ചിലർക്ക് വിഷമം വരുമ്പോഴായിരിക്കും, ചിലർക്ക് ഭയങ്കര സന്തോഷം വന്നു കഴിയുമ്പം ചിലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഇല്ലെങ്കിൽ മറ്റു ചിലർ ഒരു കൗതുകമോ ആകാംക്ഷയോ ഒക്കെ കൂടിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ കാരണം ഡോപ്പമിൻ റിലീസ്. ഓരോ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമുക്കതിൻ്റെ ആകാംക്ഷയും കൗതുകവും മനസ്സിൽ നമുക്ക് അത് ഒരളവില്ലാത്ത സന്തോഷമാണ് തരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു ടെമ്പററി മാത്രമാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നത്. റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു കുറ്റബോധവും നമുക്ക് ഭയങ്കര സങ്കടവും, ആവശ്യമില്ലാതെ കുറേ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നാനൊരു കാരണമാകും. മൂന്നാമത്തേത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എല്ലാം, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് എല്ലാം നമ്മുടെ റിയൽ ലൈഫിലും നമുക്ക് ആവശ്യമാണ് എന്നൊരു തോന്നൽ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരെപ്പോലെ ആകാൻ നമുക്ക് ഈ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലേ പറ്റൂ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മേടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അടുത്തതാണ് സെയിൽസ് ആൻഡ് ഓഫേഴ്സ്. ഈ ജസ്റ്റ് ഫോർ ടുഡേ 70% ഓഫ് എന്നൊക്കെ കാണുമ്പം ഓഫേഴ്സ് മിസ്സാവാതിരിക്കാൻ ഇതൊക്കെ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് അല്ലേ. ആദ്യം ഇതൊക്കെ നമുക്കൊരു സന്തോഷം തരുമെങ്കിലും പിന്നീട് മണി വേസ്റ്റും ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രൊഡക്ട്സും ഒക്കെ കാണുമ്പം നമുക്കിതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന തോന്നലും കുറ്റബോധവും മാത്രമാണ് ബാക്കിയാവുന്നത്. ഇത് നമ്മുടെ ലോങ് ടേം ഗോൾസിനെ, അതായത് സേവിങ്സ് പോലുള്ളതിനെയും അഫക്റ്റ് ചെയ്യാൻ ഇടയാവാറുണ്ട്. ഇനി ഇത് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ള ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തേത് വിഷ് ലിസ്റ്റ് മെത്തേഡ്. ഉടനെ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോഴേ അത് മേടിക്കാതെ അതിനെ വിഷ് ലിസ്റ്റിലിടാം. എന്നിട്ട് വളരെ സാവധാനത്തിൽ കുറച്ച് സമയമെടുത്ത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കത് മേടിക്കാൻ ശ്രമിക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളതായിട്ട് കാണും. പക്ഷേ ഒരു 2 ദിവസം കഴിയുമ്പം നമുക്കത് അത്ര ആവശ്യമുള്ളതായിട്ട് തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും ആവശ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് 2 ദിവസം കഴിയുമ്പോഴും ആവശ്യമുള്ളതായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് നമ്മളതൊരു വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് വളരെ സാവധാനത്തിൽ നമുക്ക് വേണോ വേണ്ട എന്ന് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം അത് മേടിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ ടിപ്പാണ് ബഡ്ജറ്റിംഗ്. ഒരു മന്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കെയറിന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് നിങ്ങൾ എത്ര രൂപ മാറ്റി വയ്ക്കുമെന്നത് മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ജസ്റ്റ് 100 റുപ്പീസ് 200 റുപ്പീസ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നത് ഒരു മന്ത് എൻഡിലേക്ക് ആകുമ്പോഴത്തേനും അതൊരു വലിയ എമൗണ്ടായിട്ട് മാറും. ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ. സോ നേരത്തെ തന്നെ ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ ടിപ്പാണ് അവോയ്ഡ് ബ്രൗസിങ് ഫോർ ഫൺ. ഇടയ്ക്കിടയ്ക്ക് ഈ വാട്സപ്പിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കയറി നോക്കുന്നത് പോലെ ചിലർക്കുള്ളൊരു ഹോബിയാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കയറി നോക്കിയാൽ മതിയാവും, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ ടിപ്പാണ് തിങ്ക് നീഡ് വേഴ്സസ് വാണ്ട്. വേണം എന്നതും ആവശ്യമുള്ളത് എന്നുള്ള 2 ടേംസിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഓരോ തവണ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും
ഇപ്പോൾ ഇത് ആവശ്യമുണ്ടോ ഇല്ലോ എന്ന് സ്വയം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക. 5-ാമത്തെ ടിപ്പാണ് അൺഫോളോ ടെംപ്റ്റേഷൻസ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിക്കാൻ കൂടുതലായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ബൈ സംതിങ് യു ലവ് ഈസ് നോട്ട് റോങ്. പക്ഷേ നിങ്ങളുടെ ടെമ്പററി ആയിട്ടുള്ള സന്തോഷം മാത്രമാണ് അത് തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ഫിനാൻഷ്യലി ഡൗൺ ആക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സാലറി കിട്ടി, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സേവ് ചെയ്ത എമൗണ്ടിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സാധനം മേടിക്കുന്നതോ ഒന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ചിലർക്ക് ഏറെ കാലമായി ആഗ്രഹിച്ചൊരു സാധനം അല്ലെങ്കിൽ സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു പ്രൊഡക്റ്റൊക്കെ അവർക്ക് മേടിക്കാൻ സാധിക്കുമ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രൗഡ് ഫീലും അവർക്ക് സ്വയമേ അവരൊരു റിവാർഡ് കൊടുക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. ശരിക്കും അതെല്ലാം ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. പക്ഷേ അത് അധികമാകുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നത്തിലേക്ക് മാറുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഷോപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇമ്പൾസീവ് ഷോപ്പിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഒരു 2 തവണ ചിന്തിച്ച് സമയമെടുത്ത് ഷോപ്പിംഗ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഇമ്പൾസീവ് ഷോപ്പിങ്ങിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റിലേറ്റബിൾ ആയി എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ഇതേപോലെയുള്ള റിലേറ്റബിൾ സബ്ജക്ട്സ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ. താങ്ക് യു.